Good morning, friends. ഇന്ന് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും റിസർച്ചിനെ കുറിച്ച് അറിയാമായിരിക്കും. What is actually research? Research is a significant process through which we are finding out solutions to a problem. Let me share my PPT. Yes. Research, especially social science research, it is a meaningfully designed inquiry or a structured analysis carried out to find out solutions to a problem or to arrive at a conclusion. In ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ എന്തായിരിക്കും വി ആർ അറൈവിംഗ് അറ്റ് എ കൺക്ലൂഷൻ, ഒരു പുതിയ രീതിയിൽ ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൽ നിന്ന് ഒരു നിഗമനത്തിലെത്തുകയായിരിക്കും ചെയ്യുന്നത്. Or to explain a phenomena in a new perspective, in a novel perspective. And generally, social science research is aimed at social welfare. ഇനി നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലേക്ക് വരുമ്പോൾ, when we talk about quantitative research, we have to select a problem first. അല്ലെ, നമ്മൾ ആദ്യം ഒരു പ്രോബ്ലം ആണ്. What is the source of problem? എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സെലക്ട് ചെയ്യുന്നത്? That is a significant criteria we have to follow. ചില പ്രത്യേക കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഏതൊരു റിസർച്ചിലേക്ക് പോകുമ്പോഴും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങളാണ്. I have put it on the left side. എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ. Why do I research? ഞാൻ എന്തിനെ റിസർച്ച് ചെയ്യണം? Why not others? ബാക്കിയുള്ളവർ എന്തുകൊണ്ട് ഞാൻ ഈ എടുക്കുന്ന ഏരിയയിൽ റിസർച്ച് ചെയ്യുന്നില്ല? Why do this to research? ഈ ഒരു ഏരിയ ഞാൻ റിസർച്ച് എടുക്കാൻ കാരണം, നമ്മളൊരു റിസർച്ചിനെ കുറിച്ച് പറയുമ്പോൾ, എസ്പെഷ്യലി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ച് പറയുമ്പോൾ, നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഒരു റിസർച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാവുമ്പോഴാണ് പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ച് ആവുന്നത്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിസർച്ച് ആണെന്നറിയാം. തിങ്സ് വി എക്സ്പ്ലെയിൻ ഇൻ ടേംസ് ഓഫ് നമ്പർ, ഇൻ ടേംസ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂ, അതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ദി അതർ സൈഡ്, ഓൺ ദി അതർ സൈഡ് വി ഹാവ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. Qualitative research നമ്മൾ എന്ത് ചെയ്യുന്നത്, the information collected or observed we are writing as such, അല്ലെ? അതിനെ നമ്മൾ കോഡ് ചെയ്ത് നമ്മൾ നമ്പറിലല്ലാതെ സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ കണ്ട ഒബ്സർവേഷൻ ആസ് സച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതിന്റെ മെത്തഡോളജിയും പല പല മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവിനെ കുറിച്ച് പറയുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സെലക്ട് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്യും. ഈ പ്രോബ്ലം സെലക്ഷന്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രോബ്ലം സെലക്ഷൻ ആണുള്ളത്. വൺ ഈസ് ഫ്രം യുവർ എക്സ്പീരിയൻസ്. നിങ്ങളൊരു എക്സ്പീരിയൻസ് റിസർച്ചറാണ്, അതിന്റെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം സെലക്ട് ചെയ്യും. റൈറ്റ്. What will be the second? Second will be the literature. നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രോബ്ലം. ഫോർ എക്സാമ്പിൾ, I am talking about unemployment in India. This is my research area. I have interest in researching on unemployment. ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച്, അതിന്റെ പല തരങ്ങളെ കുറിച്ചും ഐ ഹാവ് ടു കണ്ടക്ട് റിസർച്ച്, എസ്പെഷ്യലി ഓൺ യൂത്തിന്റെ ഇടയിലുള്ള അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എങ്ങനെ ഒരു പ്രോബ്ലം, ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഇസ് മൈ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നിയ എന്റെ ചുറ്റും കുറെ ആളുകൾ തൊഴിലില്ലാതെ നടക്കുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് തോന്നി ഐ ക്യാൻ സെലക്ട് ഇതെനിക്കൊരു പ്രോബ്ലം ആയി. അപ്പൊ നമ്മൾ എനിക്ക് തോന്നിയ ഒരു പ്രോബ്ലം അങ്ങ് ഓടിപ്പോയി നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആകുമോ? നോട്ട് ആൾവേസ് സക്സസ്ഫുൾ. എന്തായിരിക്കും കാരണം? ഈ ഒരു ഏരിയയിൽ പീപ്പിൾ മസ്റ്റ് ഹാവ് റിസർച്ച്. പീപ്പിൾ മൈറ്റ് ഹാവ് റിസർച്ച്. ആളുകൾ ചെയ്തിരിക്കാം റിസർച്ച്, അല്ലെ? ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ചെയ്തിരിക്കാം, നമുക്ക് ക്ലാരിറ്റി ഇല്ല. സോ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു സെർച്ച് ദ ലിറ്ററേച്ചർ, അല്ലെ? ഏതൊക്കെ ഏരിയയിലാണ് എംപ്ലോയ്മെന്റിനെ കുറിച്ച് ആളുകൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത്? ടിൽ ഡേറ്റ് വാട്ട് ആർ ദ ട്രെൻഡ്സ് ഓഫ് ദ സ്റ്റഡീസ് ഓൺ അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റിൽ ആളുകൾ പഠിച്ചിരിക്കുന്ന സ്റ്റഡീസിന്റെ ട്രെൻഡ് എന്താണ്? ഏത് തരം മെത്തഡോളജി അവർ ഉപയോഗിച്ചിരിക്കുന്നു? എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ഡയമെൻഷനാണ് അവിടെ എടുത്തിരിക്കുന്നത്? ഏതൊക്കെ ആളുകളിൽ, ഏതൊക്കെ ഗ്രൂപ്പിലാണ് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത്? എവറിത്തിങ് വി ഹാവ് ടു ഹാവ് എ ക്ലാരിറ്റി. അങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലത്തിനെ നമ്മൾ ഒരു ക്ലിയർ കട്ട് പ്രോബ്ലം ആക്കുന്നത്. ദിസ് ഇസ് എ സിഗ്നിഫിക്കന്റ് ഐഡിയ ഇൻ എ ക്വാണ്ടിറ്റേറ്റീവ്. ഒരു പ്രോബ്ലം ലിറ്ററേച്ചറിലൂടെ അല്ലെങ്കിൽ ലിറ്ററേച്ചറിന്റെ അടിസ്ഥാനത്തിൽ, നേരത്തെ നടന്നിരിക്കുന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഷാർപ്പൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ആദ്യ പടി എന്ന് പറയുന്നത്. സെലക്ഷൻ ഓഫ് ദ പ്രോബ്ലം ആൻഡ് ഷാർപ്പനിങ് ദ പ്രോബ്ലം. വാട്ട് വിൽ ബി നെക്സ്റ്റ്?
ഇത് ഷാർപ്പൻ ചെയ്യണമെങ്കിൽ വി ഷുഡ് നോ ലിറ്ററേച്ചർ, വി ഷുഡ് നോ ദ സോഴ്സ്. എന്തൊക്കെയാണ് ലിറ്ററേച്ചറിന്റെ സോഴ്സ്? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമുക്ക് ഇഷ്ടം പോലെ ലിറ്ററേച്ചർ സോഴ്സ് ഉണ്ട് അല്ലേ? യു മസ്റ്റ് ബി നോയിങ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ സോഴ്സ് നമുക്ക്? ബുക്സ് ഓഫ് വേരിയസ് കൈൻഡ്, പലതരത്തിലുള്ള ബുക്സ് അവൈലബിൾ ആണ്. ഓതേർഡ് ബുക്ക് ഉണ്ട്, നമുക്ക് എഡിറ്റഡ് ബുക്ക് ഉണ്ട്, എഡിറ്റഡ് വോള്യൂംസ് ഉണ്ട്, ട്രാൻസ്ലേഷൻസ് ഉണ്ട്, കമ്പൈലേഷൻസ്, പലതരത്തിലുള്ള ബുക്സ്. ദെൻ വേറെ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്? ജേർണൽ ആർട്ടിക്കിൾ അല്ലെ? ജേർണൽ ആർട്ടിക്കിൾസ് നമുക്കുണ്ട്, ജേർണൽ ആർട്ടിക്കിൾസ്, മൾട്ടിപ്പിൾ ഓതർ, സിംഗിൾ ഓതർ. വെബ് റിസോഴ്സസ് ഉണ്ട്. വെബ് റിസോഴ്സ് തന്നെ നമുക്ക് ഇ ജേർണൽസ് ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്, ബ്ലോഗുകളുണ്ട്, യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അതർ വീഡിയോസ്, images and other documents we have. പിന്നെ എന്തൊക്കെയുണ്ട് വേറെ കാറ്റഗറി വരുന്നത് സോഴ്സിൽ നിന്ന്? യെസ്, we have working papers, monographs, pamphlets, leaflets, newspapers and its editorial, television programs, cartoons, everything. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്? സോഴ്സസ് ഓഫ് ലിറ്ററേച്ചർ. നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയ റിലേറ്റ് ചെയ്തിരിക്കുക എന്തൊക്കെയുണ്ടോ, എവറിത്തിങ് ഈസ് മൈ സോഴ്സ് ഓഫ് ലിറ്ററേച്ചർ. സിമിലർലി നമുക്ക് മെത്തഡോളജി അല്ലേ? അപ്പൊ ഇത്രയും നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുന്ന കാര്യം. ഇനി നമ്മള് when we talk about method, പലതരം മെത്തേഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഫസ്റ്റ് ഓഫ് ആൾ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദിസ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്പറിൽ നിന്നുകൊണ്ടാണ്, നമ്പർ ബേസ്ഡ് ആണ്. ഇൻഫർമേഷൻ അതല്ലെങ്കിൽ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൂളുകൾ ഉപയോഗിക്കുകയും അതുവഴി ലഭിച്ച ഇൻഫർമേഷനെ, ഡാറ്റയെ നമ്പറിലൂടെ റെപ്രസെന്റ് ചെയ്യുകയും അനുയോജ്യമായ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സംവിധാനങ്ങളിലൂടെ നമ്മൾ അതിനെ വിശകലനം ചെയ്യുകയും അങ്ങനെ നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റഡീസിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ്. Inductive ആണ്. Quantitative method is always inductive in nature. It follows inductive method. What is inductive method? Particular to general. I am speaking about the specific situation of one school. School A, government school A, കേരളത്തിലെ ഒന്നാമത്തെ ഗവൺമെന്റ് സ്കൂളിൽ ഞാൻ പോയിട്ട് അവിടെയുള്ള പഠന നിലവാരം എങ്ങനെയാണ്? I am assessing the achievement or the level of performance of the students. I am going to the second school. I am going to the third school. Then I finish all the 100 schools that comes under my population, my sample. എന്റെ സാമ്പിളിൽ വരുന്ന 100 സ്കൂളുകളിൽ ഞാൻ പോയി അതിൽ നിന്നും ഞാൻ ഡാറ്റ കളക്ട് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ സ്കൂളിൽ നോക്കിയപ്പോൾ, ഫോർ എക്സാമ്പിൾ മൈ കൺസേൺ വാസ് വെദർ, അതായത് ബുദ്ധിശക്തിയുള്ള കുട്ടികൾ നന്നായി പെർഫോം ചെയ്യുന്നു. യെസ്, ഒന്നാമത്തെ സ്കൂളിൽ നോക്കിയപ്പോൾ ഓക്കെ, റിലേഷൻ ഉണ്ട്, ബുദ്ധിശക്തിയും ഇന്റലിജൻസും അക്കാഡമിക് പെർഫോമൻസും റിലേഷൻ. I am going to the second school. I'll test. ബുദ്ധിശക്തി അളക്കാനുള്ള മെഷർമെന്റ് ഉപയോഗിച്ചു, ടെസ്റ്റ് ഉപയോഗിച്ചു, ഇന്റലിജൻസ് ടെസ്റ്റ് ഉപയോഗിച്ചു. അതിന് സിഗ്നിഫിക്കന്റ് ആയ ആളിനെ കൊണ്ട് അതിന് ഞാൻ അസസ് ചെയ്യിപ്പിച്ചു. അവരുടെ അക്കാഡമിക് പെർഫോമൻസിന്റെ മെഷർ ഞാൻ എടുത്തു. ഇതിനെ രണ്ടും തമ്മിൽ ഞാൻ കോറിലേഷനിലൂടെ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കണ്ടു. റിലേഷൻഷിപ്പിന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് എനിക്ക് കിട്ടി, ആർ വാല്യൂ എന്ന് പറയും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ അസസ് ചെയ്ത് ഞാൻ അതിനെ വിശകലനം ചെയ്ത് ഞാൻ അതിനെ എന്ത് ചെയ്തു? ഇന്റർപ്രറ്റ് ചെയ്തപ്പോ ഓക്കെ, there is a relation. ഇങ്ങനെ എല്ലാ സ്കൂളിലും പോയിട്ട് ഫൈനലി ഓക്കെ, there is a significant positive relationship between intelligence and academic. ഇതാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുന്നത്, ക്വാണ്ടിഫൈങ് ആൻഡ് എക്സ്പ്ലെയിനിങ് ഇൻ ടേംസ് ഓഫ് നമ്പർ. വാട്ട് അബൌട്ട് ക്വാളിറ്റേറ്റീവ്? നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം, ചില കേസ് സ്റ്റഡീസ് ആയിരിക്കാം, ചില ഇൻഡെപ്ത് ഇന്റർവ്യൂസ് ആയിരിക്കാം. നമ്മൾ അത് എടുക്കുകയും അതിന്റെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യുകയും അതിനെ നമ്പറിന്റെ സഹായം ഇല്ലാതെ നമ്മൾ ആസ് സച്ച് അതിന്റെ പലതും നമ്മൾ കോട്ട് ചെയ്തിട്ട് എഴുതും. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ, പാർട്ടിസിപ്പന്റ് 1 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതും, രണ്ടാമത്തെ ആൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ എഴുതും, അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യും, അതിന്റെ മേജർ പോയിന്റ്സിനെ നമ്മൾ എടുത്തിട്ട് അതിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ റിസൾട്ടിനെ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. നമ്മുടെ കൺസേൺ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്.
അപ്പൊ അതിൽ നമ്മൾ ഒരു സെലക്ഷൻ, ഒരു പ്രോബ്ലത്തെ സെലക്ട് ചെയ്ത് റിസർച്ച് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് ഷാർപ്പൻ ദ പ്രോബ്ലം. ദിസ് ഇസ് ആക്ച്വലി ദ ബേസിക് ആസ്പെക്ട് ഓഫ് എവറി റിസർച്ച്. ആൻഡ് ഓഫ് കോഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോഴും അതിൽ പ്രോബ്ലത്തെ നമ്മൾ സെലക്ട് ചെയ്ത് റിസർച്ച് ഗ്യാപ്പ് ആയിട്ട്, ഹൗ ഡു വി ഐഡന്റിഫൈ റിസർച്ച് ഗ്യാപ്പ്? ഇനിയാണ് നമ്മൾ റിസർച്ച് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നത്. നേരത്തെ നടന്നിരിക്കുന്ന പഠനങ്ങളിൽ എങ്ങനെയൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇനിയും പഠിക്കാനുള്ളത്, അതിനാണ് നമ്മൾ റിവ്യൂ. പലപ്പോഴും റിവ്യൂ എന്ന് പറയുന്നത് വളരെ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ബട്ട് ആക്ച്വലി ഇൻ എ റിസർച്ച് റിവ്യൂ ഇസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്, അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എനിക്ക് 100 സ്റ്റഡീസ് നേരത്തെ നടന്നിരിക്കുന്ന സ്റ്റഡീസ്, അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ അനലൈസ് ചെയ്തു, ഏതൊക്കെ തരത്തിൽ ഇവര് പഠിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ കൺസേൺസ് ദേ. ഫോർ എക്സാമ്പിൾ അൺഎംപ്ലോയ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് പഠിച്ചപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പിലാണ് പഠിച്ചിരിക്കുന്നത്, ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് പഠിച്ചിരിക്കുന്നത്, എന്തൊക്കെ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് അവർ എടുത്തിരിക്കുന്നത്, എത്രയാണ് അവരുടെയൊക്കെ സാമ്പിൾ എടുത്തിരിക്കുന്നത്, എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ ദേ ഹാവ് യൂസ്ഡ്, ഓൺ വാട്ട് ബേസിസ് അവർ എന്ത് ബേസിലാണ് ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്, whether they have used a questionnaire, ഒരു സ്കെയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയായിരുന്നു, ഇതെല്ലാം നോക്കിയാണ് നമ്മൾ ഒരു റിസർച്ചിലെ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ സർട്ടൻ ഗ്യാപ്സ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കും ചില പ്രത്യേക രീതിയിൽ ആരും ഈ അൺഎംപ്ലോയ്മെന്റ് പഠിച്ചിട്ടില്ല, പ്രത്യേക ഗ്രൂപ്പിൽ ഈ അൺഎംപ്ലോയ്മെന്റ് പഠിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ വട്ട് എവർ ഐ ഹാവ് ടേക്കൺ ദിസ് സ്പെസിഫിക് ഈ കൾച്ചറൽ കോണ്ടെക്സ്റ്റില് അൺഎംപ്ലോയ്മെന്റിന് മനസ്സിലാക്കി. സോ ദിസ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ്. അങ്ങനെ ഞാൻ ഷാർപ്പൻ ചെയ്തതിന്റെ പ്രോബ്ലത്തിൽ നിന്ന് മോഡിഫൈ ചെയ്യും. ഓക്കെ, ഏകദേശം എല്ലാ ഗ്രൂപ്പിലും അൺഎംപ്ലോയ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മനസ്സിലാക്കിയത് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ കുട്ടികളുടെ ഇടയിൽ അൺഎംപ്ലോയ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഞാൻ ഷാർപ്പൻ ചെയ്ത് പറഞ്ഞു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഓഫ് ഓർ കോസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എമംഗ് വിഷ്വലി ഇമ്പയർഡ് യൂത്ത് ഓഫ് കേരള. അങ്ങനെ ഞാൻ അതിനെ ഷാർപ്പൻ ചെയ്തു. ഇങ്ങനെയാണ് പ്രോബ്ലത്തിനെ നമ്മൾ ഷാർപ്പൻ ചെയ്യുന്നത്. വൺസ് വി മേക്ക് എ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ, ഷാർപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്ത് ഡീലിമിറ്റ് ചെയ്യണം. വാട്ട് ഇസ് ദ ഡെഫിനിഷൻ? ഡിഫൈനിങ്, ക്ലാരിഫൈങ്. എന്താണ് വാട്ട് ഡു യു മീൻ ബൈ അൺഎംപ്ലോയ്മെന്റ്, വാട്ട് ഡു യു മീൻ ബൈ വിഷ്വലി ഇമ്പയർഡ്? ഓരോന്നിനെയും നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഷാർപ്പനിങ് ദ പ്രോബ്ലം. വാട്ട് ഈസ് ഡിഫൈനിങ് ആൻഡ് ഡീലിമിറ്റിംഗ്? ഡിഫൈനിങ് ഈസ് ക്ലിയർ. നൗ ഓക്കെ, ഇനി ഡീലിമിറ്റിംഗ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏതൊരു ഗ്രൂപ്പിലാണ് ഡീലിമിറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മൾ വിഷ്വലി ഇമ്പയർഡ് യൂത്ത് ആയിരിക്കാം, പക്ഷെ 30 to 40 ഏജ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ അതിനെയാണ് ഡീലിമിറ്റേഷൻ. മൈ സ്റ്റഡി ഈസ് ഡിലിമിറ്റഡ് ടു ദ ഏജ് ഗ്രൂപ്പ് 30 to 40 years. My study is delimited to girls or women. My study is delimited to unemployed youth ആണ്, പക്ഷെ അതിൽ ഞാൻ വിമനെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ അൺഎംപ്ലോയ്ഡ് യൂത്ത് ആണ്, അതിൽ വിഷ്വലി ഇമ്പയർഡ് ആണ്, പക്ഷെ അവര് 100% ഇമ്പയർമെന്റ് ഉള്ള ആളുകളെയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഡെഫിനിഷൻ, കൃത്യമായിട്ടുള്ള ഒരു പാരാമീറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രോബ്ലത്തെ ലിമിറ്റ് ചെയ്യുന്നതിനെയാണ്, നമ്മൾ അതിന്റെ ഒരു പരിധി, അതിന്റെ ഒരു ഏരിയ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ചില ആളുകൾ സാമ്പിൾ ഞാൻ 200 എടുത്തുള്ളൂ എന്നൊക്കെ പറയും. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ ഡീലിമിറ്റേഷൻ, ഇറ്റ്സ് എ സാമ്പിളിംഗ് ടെക്നിക്. യു ഷുഡ് നോട്ട് റൈറ്റ്, നമ്മൾ ഒരിക്കലും എന്റെ സാമ്പിൾ 200 ആണ് എന്നുള്ള ഡീലിമിറ്റേഷൻ എഴുതാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ സാമ്പിളിംഗ് ടെക്നിക്. നിങ്ങൾ ഒരു സാമ്പിളിംഗ് ടെക്നിക് ഉപയോഗിച്ചാണ് സാമ്പിൾ എടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഡീലിമിറ്റേഷൻ. ഓക്കെ, ഡീലിമിറ്റേഷൻ നമ്മൾ സാധാരണ പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഏരിയ. ഞാൻ കേരളത്തെ കുറിച്ചാണ് പഠിക്കുന്നത്, പക്ഷെ എനിക്ക് കേരളം മുഴുവൻ പഠിക്കാൻ പറ്റില്ല. സോ ഐ ഹാവ് സെലക്ടഡ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട്, കൊല്ലം ഡിസ്ട്രിക്ട് ആൻഡ് പത്തനംതിട്ട ഡിസ്ട്രിക്ട്. 3 ഡിസ്ട്രിക്റ്റ് ഞാൻ എടുത്തുള്ളൂ. അതാണ് സ്റ്റഡി ഈസ് ഡീലിമിറ്റഡ്. ഈവൻ ദോ എന്റെ ടൈറ്റിൽ പറയുന്നത് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള യൂത്ത് കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടോ, അതിന്റെ റീസൺസ് ഒക്കെയാണ് ഞാൻ പറയുന്നത് എങ്കിലും ദ സ്റ്റഡി ഈസ് ഡീലിമിറ്റഡ് ടു 3 southern districts of കേരള, പത്തനംതിട്ട, കൊല്ലം ആൻഡ് തിരുവനന്തപുരം. അതെന്റെ ഡീലിമിറ്റേഷൻ, ഏരിയ വൈസ് ഞാൻ ഡീലിമിറ്റ് ചെയ്യും. സെക്കൻഡ് ഈസ് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് വൈസ് ഡീലിമിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു യൂത്ത് എന്ന് പറയുമ്പോൾ എന്തു ആവാം. ഐ ഡീലിമിറ്റഡ് 30 to 40 ഇയേഴ്സിന് ഇടയിലുള്ളവരെയാണ് ഞാൻ എന്റെ സ്റ്റഡിയിൽ യൂത്ത് എന്ന് ഡീലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് മൈ ഡീലിമിറ്റേഷൻ. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്, നോട്ട് ജനറൽ അൺഎംപ്ലോയ്മെന്റ്. I took only educated youth who are visually impaired. അല്ലെ, കണ്ണ് കാണാത്ത വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളെയാണ്. ഇതിനെയൊക്കെയാണ് നമ്മൾ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഡീലിമിറ്റേഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ then we are going for objectives.
Objectives should be very clearly mentioned. Objectives എപ്പോഴും എങ്ങനെയായിരിക്കണം? പിൻ പോയിന്റഡ് ആയിരിക്കും, മെഷറബിൾ ആയിരിക്കും. നമ്മളത് കണ്ട് വായിച്ചു കഴിഞ്ഞാൽ വാട്ട് യു ആർ ഡൂയിങ് എന്നുള്ളത് ക്ലാരിറ്റി അതിൽ വരും. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി വരുമ്പോൾ ഇറ്റ് വിൽ ബി വണ്ടർഫുൾ. അപ്പൊ അവിടെ ആക്ഷൻ വെർബിന് പ്രാധാന്യമുണ്ട്. ടു കമ്പയർ സംതിങ്, ടു ഐഡന്റിഫൈ ദ എക്സ്റ്റെന്റ് ഓഫ് an employment, to ascertain the relationship between X and Y, to predict the unemployment rate based on certain parameters. ഇങ്ങനെ ഒരു സ്പെസിഫിക് ആക്ഷൻ വെർബ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ക്ലാരിറ്റി വരണം. ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ ഇവിടെ ഉപയോഗിക്കും, എന്ത് തരത്തിലാണ് ഞാനിത് പോകുന്നത് എന്ന് ഒരു റീഡർക്ക്, വായിക്കുന്ന ആൾക്ക് ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേപ്പർ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട് വി മെൻഷൻ ത്രൂ ഒബ്ജക്റ്റീവ്. ദെൻ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യം, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ. ഇറ്റ് ഈസ് എ ടെൻഡേറ്റീവ് ജനറലൈസേഷൻ അബൌട്ട് റിസർച്ച്, റിസൾട്ട് ഓഫ് ദ റിസർച്ച്. റിസൾട്ടിനെ കുറിച്ചുള്ള ടെൻഡേറ്റീവ് ജനറലൈസേഷൻ ആണ് പറയുന്നത്. അപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ആയിരിക്കും, ടെൻഡേറ്റീവ് ജനറലൈസേഷൻ ഇത് എങ്ങനെ എഴുതും എന്നുള്ള ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. പക്ഷെ എക്സാക്ട്ലി ഇത് വെറുതെ എഴുതി വെക്കുന്ന ഒരു കാര്യമല്ല. പലരും ഇത് വെറുതെ അങ്ങ് എഴുതി വെക്കുക, എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സ് നോക്കി അങ്ങ് എഴുതി വെക്കുക എന്നാണ്. No, it is a studied guess about your result. Studied guess. എങ്ങനെയാണ് ഈ സ്റ്റഡി നടത്തുന്നത്? ഇയാളെന്തേ പറയുന്നതൊക്കെ നമുക്ക് തോന്നിപ്പോകും. യെസ്, ഇറ്റ് ഈസ് എ സ്റ്റഡീഡ് ഗസ് അബൌട്ട് ദ റിസൾട്ട്. എങ്ങനെയാണ് സ്റ്റഡി ചെയ്യുന്നത്? നേരത്തെ നടന്നിരുന്ന പഠനങ്ങളിൽ വാട്ട് ഈസ് ദ ട്രെൻഡ് ഓഫ് ദ കൺസേൺ. ഈ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരിക്കുന്ന പഠനങ്ങളിലെ ട്രെൻഡ് അനുസരിച്ചാണ് നമ്മളിവിടെ ഹൈപ്പോത്തസൈസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ആവാം. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നേരത്തെ പഠിച്ചിരുന്ന പഠനങ്ങളുടെ റിസൾട്ട്. ഫോർ എക്സാമ്പിൾ, ഐ എം ടേക്കിംഗ് അക്കാഡമിക് പ്രോക്രാസ്റ്റിനേഷൻ. കുട്ടികൾ പഠിക്കുന്നതിൽ അലംഭാവം കാണിച്ച് നീട്ടി വെക്കുന്നതിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇൻ വൺ വേ ഓർ ദി അതർ വി ആർ ആൾ ഹാവിംഗ് ദ പ്രോക്രാസ്റ്റിനേഷൻ. ഇറ്റ്സ് എ ഹ്യൂമൻ നേച്ചർ. അപ്പൊ ഇങ്ങനെ നീട്ടി വെക്കുന്ന ആളുകൾക്ക് പഠനത്തിൽ അച്ചീവ്മെന്റ് കുറവായിരിക്കും. ഇറ്റ്സ് എ സ്റ്റഡി റിസൾട്ട്. അപ്പൊ ഞാൻ this is my concern whether academic procrastination is related to academic performance of students. Okay, what I do then while hypothesis ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടെ നേരത്തെ നടന്നിരിക്കുന്ന എനിക്ക് കിട്ടിയ 10-60 സ്റ്റഡീസിനെ ഞാൻ എടുത്തിട്ട് അതിലൊക്കെ എങ്ങനെയാണ് അവരൊക്കെ ഇതിന്റെ റിലേഷൻഷിപ്പ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, there is a negative relationship എന്നാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റഡീസ്. അപ്പൊ നമ്മളും ഹൈപ്പോത്തസിസ് എഴുതുന്നത് there is a negative relationship എന്നാണ്. ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഇന്റലിജൻസും അച്ചീവ്മെന്റും ആണ്. ഞാൻ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റി ആയതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് കൂടുതൽ എനിക്ക് വരുന്നത്. ഐ വിൽ ട്രൈ ടു മാനേജ്. ഓക്കെ, അപ്പോ ഈ കുട്ടികളുടെ ഇന്റലിജൻസും കുട്ടികളുടെ പെർഫോമൻസും നന്നായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പോസിറ്റീവ് കോറിലേഷൻ. സ്റ്റഡി ഞാൻ എനിക്കൊരു 80 സ്റ്റഡി കിട്ടി. അതിൽ 75 സ്റ്റഡീസും പറയുന്നു നല്ല ഹൈലി പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. അപ്പൊ ഞാനും വേറെ ഐ ഡോണ്ട് ഹാവ് എനിക്കൊരു ആശങ്കയില്ല. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ടു റൈറ്റ് ഇറ്റ്. ഞാനും എഴുതുന്നു there is a positive relationship between intelligence and academic performance. ആങ്സൈറ്റി ഉള്ള ആളുകള് ഇന്റർപേഴ്സണൽ സ്കില്ല് കുറവായിരിക്കും. പല സ്റ്റഡീസും പറയുന്നു, സൈക്കോളജി സ്റ്റഡീസ് പറയുന്നു anxiety and interpersonal skills are negatively correlated. അപ്പൊ ഞാനും എന്റെ സ്റ്റഡി അതാണെങ്കിൽ അവിടെ ഞാനും എഴുതുന്നു there is a negative relationship between X and Y. There is a negative relationship between anxiety and interpersonal relationship. ഇനി ഹൈപ്പോത്തസിന്റെ പല തരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായി. There are 2 major categories of hypothesis plus 1 category. There are 3, but I focus on 2. That is directional and non-directional hypothesis. What is directional hypothesis? When the direction is clear, നമ്മൾ പറയുന്ന ദിശ ക്ലിയർ ആണെങ്കിൽ അത്തരം ഹൈപ്പോത്തസിനെയാണ് നമ്മൾ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, there is a positive relationship between intelligence and performance. അതിന്റെ ദിശ ക്ലിയർ ആണ്. ഒന്ന് കൂടുമ്പോൾ the other one will also increase this positive relation. ആങ്സൈറ്റി കൂടുമ്പോൾ ഇന്റർപേഴ്സണൽ സ്കില്ല് കുറയുന്നു. there is a negative relationship. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു. ക്ലിയർ ആണ് ദിശ. ബോയ്സ് പെർഫോം ബെറ്റർ ദാൻ ഗേൾസ്. ബോയ്സ് ആൺകുട്ടികൾ പെൺകുട്ടികളെക്കാൾ നന്നായി പെർഫോം ചെയ്യും. ക്ലിയർ ആണ് ദിശ, ബോയ്സ് ആണ് പെർഫോം ചെയ്യുന്നത്. ഇത്തരം ഹൈപ്പോത്തസുകളെയാണ് ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്.
ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. സെക്കൻഡ് ഹൈപ്പോത്തസിസ് ആണ് നോൺ ഡയറക്ഷണൽ. വാട്ട് ഈസ് നോൺ ഡയറക്ഷണൽ? ഡയറക്ഷൻ ക്ലിയർ അല്ല, പക്ഷെ നമ്മൾ ഹൈപ്പോത്തസൈസ് ചെയ്യുന്നു, പക്ഷെ അതിന്റെ ഡയറക്ഷൻ ക്ലിയർ അല്ല. ഞാൻ പറയുന്നു there is a relationship. പോസിറ്റീവ് എന്ന് പറയുന്നില്ല, നെഗറ്റീവ് എന്ന് പറയുന്നില്ല, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ക്ലാരിഫൈഡ് ആവണമെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടണം. അപ്പൊ എനിക്ക് കൃത്യമായി അത് പറയാൻ പറ്റുന്നില്ല. എന്റെ സ്റ്റഡീസ് നോക്കിയപ്പോൾ എല്ലാ സ്റ്റഡീസും ഞാൻ കൺഫ്യൂസ് ആയി. കുറെ പോസിറ്റീവ് എന്ന് പറയുന്നു, കുറെ നെഗറ്റീവ് എന്ന് പറയുന്നു. ഐ എം കൺഫ്യൂസ്ഡ്. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, there is a റിലേഷൻഷിപ്പ് എന്ന് മാത്രമേ എഴുതാം. ബോയ്സ് ആണോ ഗേൾസ് ആണോ നന്നായി പെർഫോം ചെയ്യുന്നത് എനിക്ക് അറിയില്ല. മെയിൽ വർക്കേഴ്സ് ആണോ ഫീമെയിൽ വർക്കേഴ്സ് ആണോ നന്നായിട്ട് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് കാണിക്കുന്നത് എനിക്ക് അറിയുന്നില്ല. കുറെ സ്റ്റഡീസിലും പല പല റിസൾട്ട് ആണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു there is a difference between male and female workers in terms of their quality of work life. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിൽ ആണും പെണ്ണും തമ്മിൽ, അതായത് പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള ജോലിക്കാരുടെ ഇടയിൽ വ്യത്യാസമുണ്ട്. ആർക്കാണ് കൂടുതലെന്ന് ഞാൻ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ആർക്കാണ് കൂടുതലുള്ളതെന്ന് ഞാൻ പറയുന്നു. അത്തരം ഹൈപ്പോത്തസിയാണ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. മറ്റൊരു കാറ്റഗറി ഓഫ് ഹൈപ്പോത്തസിസ് നമ്മൾ കേൾക്കുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. വാട്ട് ഈസ് ആക്ച്വലി നൾ ഹൈപ്പോത്തസിസ്? നൾ ഹൈപ്പോത്തസിസ് ആക്ച്വലി ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഹൈപ്പോത്തസിസിനെ നള്ളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ജഡ്ജ്മെന്റ് പറയുന്നത്. അപ്പൊ മാത്രം ഉപയോഗിക്കുന്ന ഹൈപ്പോത്തസിസ് ആണ് നൾ ഹൈപ്പോത്തസിസ്. Clear? Directional hypothesis, non-directional hypothesis, and when we use null hypothesis in order to test the hypothesis.